Let's welcome Mr. Reggie Kurian, the Regional Vice President candidate for Texas Region. Presenting to you, Mr. Reggie Kurian. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് പിള്ളി, ഞങ്ങളുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ഫിലിപ്പോസ, അതുപോലെ തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രിയ സന്തോഷ് സാറ്, അതുപോലെ പ്രിയ അബുകുടൻ ചേട്ടൻ, ബാബുചാൻ, വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നീണ്ട ഒരു പ്രസംഗത്തിനോ ഒന്നുമല്ല ഞാൻ നിൽക്കുന്നത്. ചുരുക്കം വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ടെക്സസ് റീജൻ ഫൊക്കാന ടെക്സസ് റീജൻ ഞാൻ 20 വർഷം ആവുന്ന ഈ രാജ്യത്ത് വന്നിട്ട് അന്ന് മുതൽ ഈ സംഘടനയുടെ ഒരു ചെറിയ ഭാഗവാക്കായൊക്കെ നിന്നു പോകുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഫൊക്കാന ടെക്സസ് റീജൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരുമയുടെ കൂട്ടായ്മയായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ടെക്സസ് റീജൻ ഓരോ കാലങ്ങളിൽ വരുന്ന ആ പ്രസിഡന്റ് തൻ്റെ ഭാരവാഹികളോട് ചേർന്ന് നിന്ന് ശക്തമായി സപ്പോർട്ട് ചെയ്ത ഒരു റീജനാണ് ഫൊക്കാന ടെക്സസ് റീജൻ. അതിന് കാരണമുണ്ട്, സീനിയോറിറ്റി കൊണ്ട്. ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് ഫൊക്കാനയുടെ ഞങ്ങൾക്കൊരു പ്രസിഡന്റ് ഇവിടെ കിട്ടി, ജിക്കാങ്കൾ. എൻ്റെ പിന്നിൽ അധ്വാനിച്ച അനേക കരകളുണ്ട്, മന്നശാനുണ്ട്. അതുപോലെ അനേക വിശിഷ്ട സീനിയോറിറ്റി വെച്ചും അനേകം ഇതിൻ്റെ ഭാഗവാക്കുകളായിട്ട് നിന്നവരുണ്ട്. എല്ലാവരുടെയും പേര് എടുത്തു പറയുവാൻ ഉള്ള സമയത്തിൻ്റെ കുറവുണ്ട്. ഇവിടുന്ന് ആര് മത്സരിക്കണം, ആര് ഫൊക്കാനയുടെ നാഷണൽ ലെവലിലേക്ക് പോകണമെന്ന് ഈ ഫൊക്കാന ടെക്സസ് റീജനിൽ പലപ്പോഴും ജയിക്കങ്ങളുടെ ഓഫീസിൽ കൂടിയാണ് തീരുമാനിക്കുന്നത്. അവിടെ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പോകേണ്ടവരുടെ പേരുകൾ നിർദ്ദേശിക്കും. യാതൊരു ഇലക്ഷനോ പ്രശ്നങ്ങളോ ഒന്നും കൂടാതെ ഇവിടുന്ന് ആൾക്കാരെ അയക്കുന്ന ഒരു പതിവാണ് കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഒരല്പ മൂല്യ ശോഷണമോ ഒരുപക്ഷെ ഞങ്ങളുടെ കുറവുകൾ കൊണ്ടോ എന്തോ ഒരല്പം ഒരു പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ 2 വർഷക്കാലം ഉണ്ടായി. ഒരു 4 വർഷക്കാലം പ്രിയ രഞ്ജിത്ത്. അത് മൂല്യങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത നിലപാടുകൾ പലപ്പോഴും നേതൃത്വത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് ഈ ടെക്സാസ് റീജൻ അല്പം മാറി നിന്നത്. ആരെ കുറ്റം പറയാനോ പകയ്ക്കാനോ നിങ്ങൾ ചെയ്തത് മോശമാണെന്നൊന്നും പറയാൻ നിന്നില്ല. തിരുത്താൻ ശ്രമിച്ചു, തിരുത്താൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞങ്ങൾ അല്പം മാറി നിന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നും ഫൊക്കാനയെ വരുന്ന ഓരോ നേതൃത്വത്തെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും വേണ്ടതൊക്കെയും ഈ റീജിയനിൽ നിന്ന് ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഇത് ആ മൂല്യ ശോഷണമോ അല്ലെ ഒരു തണുത്ത ഒരവസ്ഥയ്ക്കൊക്കെ ഈ ഇലക്ഷനിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഫൊക്കാന ടെക്സസ് റീജിയൻ വളരെ ശക്തമായി ഞങ്ങൾ വീണ്ടും തിരിച്ച് ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തിരിച്ചു വന്നു. പ്രിയ ഫിലിപ്പിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഒരാഗ്രഹവും താല്പര്യമുണ്ടായി. അതിൻ്റെ പേരിലാണ് ഞാനും ബാബുചാനും ഈ ടീമിൻ്റെ ഭാഗവാക്കുകളായി തീർന്നത്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇതിൻ്റെ ലീഡർഷിപ്പിലുള്ള ഓരോരുത്തരെയും ഞങ്ങൾ നോക്കിയപ്പോൾ 20, 30, 35 വർഷം ഈ ഫൊക്കാനയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഒരു നല്ല നേതൃനിര ഈ ടീം ഇൻറ്റിഗ്രിറ്റിയിൽ കാണുവാൻ സാധിച്ചു. അതാണ്
ടെക്സസ് റീജിയന് ഈ ഒരു ടീമിനോട് ഉള്ള താല്പര്യം വന്നതും ഞങ്ങൾ ഇവിടുന്ന് 2 പേര് അതിനോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും ടെക്സസ് റീജിയനിൽ നിന്ന് ശക്തമായ ഒരു സപ്പോർട്ട് ഈ ടീമിനുണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. നമ്മുടെ ടീം എല്ലാവരും ഒരുപോലെ ജയിച്ചു വരും. നഷ്ടപ്പെട്ട നല്ല നാളുകളെയൊക്കെ തിരിച്ചെടുക്കുവാൻ, തിരിച്ചു പിടിക്കുവാൻ ഇന്റഗ്രിറ്റിക്ക് കഴിയും. ടെക്സസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും വോട്ടുകൾ ഈ ടീമിന് നൽകി ഇതിനെ മുന്നോട്ട് നയിച്ച് നല്ല പ്രവർത്തനങ്ങൾ അടുത്ത 2 വർഷക്കാലം കാഴ്ചവെക്കുവാൻ ഇടയായിത്തീരണം. അതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.